ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. അവരെക്കുറിച്ചുള്ള നല്ല നല്ല മെമ്മറീസ് എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക. ഫൈവ് ഓഫ് കപ്സ്, the Fool, the Strength, Ten of Wands, Queen of Cups. ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് സോർഡ്സ് ആണ്. നമുക്ക് വേറെ ഡെക്കിൽ നിന്ന് കൂടി കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. നയൻ ഓഫ് വാൻസ്, Nine of Pentacles, Ace of Pentacles, Knight of Cups. ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ദി ടവർ ആണ്. അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവരുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ ഉറപ്പായും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് അർത്ഥമാക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മറ്റാളുകളെ പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. അത് ചിലപ്പോൾ അവരുടെ കരിയർ ആയിരിക്കാം, ജോബായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആരുമാകാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ബന്ധത്തിന് അവർ തടസ്സമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തടസ്സമായി നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെയധികം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവർക്കുണ്ടാകാനായിട്ട് പോകുന്നത്. അത് ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്രയധികം പ്രതീക്ഷിച്ച വ്യക്തികൾ ആരും തന്നെ അവരുടെ കൂടെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് സൂചിപ്പിക്കുന്നത്, ഫുൾ കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും. അതായത് ഒരു ന്യൂ ബിഗിനിങ് തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാകും. തുടക്ക സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ആ ഒരു വ്യക്തി കാണിച്ച ക്യാരക്ടർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആ ഒരു സ്വഭാവത്തിൽ നിന്നും അവർക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാകും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതോടുകൂടി. അതുപോലെ തന്നെ പിന്നെ അവർ ചിന്തിക്കുന്ന കാര്യം എന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തെപ്പറ്റി അവർ പിന്നെയും ആലോചിക്കാനായിട്ട് തുടങ്ങും.
ഇപ്പോൾ അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്നുള്ളതാണ്. മേ ബി അങ്ങനെ ആയിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ തന്നെ ക്ഷമിച്ച് അവരുടെ അടുത്തേക്ക് അപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട, എന്നെ ചീറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ എന്നെ വേണ്ടെന്ന് വെച്ച ആളാണ്, എനിക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു വ്യക്തി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്നുള്ള രീതിയിൽ. അതാണ് കാണുന്നത്. എന്തായാലും ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു വിചാരം അവർക്കുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് പോകും എന്ന പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. കാരണം ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരിനിയും തിരികെ വരത്തില്ലേ, എന്നെ പൂർണ്ണമായും വിട്ടിട്ട് പോകുമോ എന്നൊക്കെയുള്ള പേടി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നു. പക്ഷെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കായി പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച സ്വഭാവമെല്ലാം അവർ ചേഞ്ച് ചെയ്ത് അവർ നല്ല ഒരു സ്വഭാവത്തിലേക്ക് വരും. അതുപോലെ അവർ ചിന്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ അവരുടെ തലയിലുണ്ടെങ്കിലും, അതായത് ഞാൻ പറഞ്ഞല്ലോ, സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയേക്കുന്നത്. അത് ചിലപ്പോൾ മറ്റു വ്യക്തികളായിരിക്കാം, കരിയർ ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി. പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്തും അവരുടെ കൂടെ ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാകും, അവർക്ക് എല്ലാവരും ഉണ്ടാവും. പക്ഷെ എന്നാലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചേസിങ് നിർത്തിയാൽ തന്നെ വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് ആണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോവാതെ ഇരിക്കുക. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനോ ഈ ഒരു വ്യക്തിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി വരികയോ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തുന്ന പ്രവണതയും റിപ്പീറ്റായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വ്യക്തിയെ ടോട്ടലി ചേഞ്ച് ആക്കാൻ നിങ്ങളുടെ ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ യൂണിവേഴ്സുമായി കൂടുതൽ അടുത്തിട്ടുണ്ടാകാം. കാരണം നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്ക് കൂടുതൽ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടാകാം. അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടാകാം. അപ്പം അത് തുടങ്ങിയ ആളുകളും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. ആ ഒരു സ്പിരിച്വൽ പാത്ത് അല്ലെ ആ ഒരു സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തവർ ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് വരുന്നത് വരട്ടെ, പോകുന്നത് പോകട്ടെ എന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മനസ്സെത്തിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ യൂണിവേഴ്സുമായി നിങ്ങൾ കുറച്ച് അടുപ്പത്തിലായിട്ടുണ്ടാകാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളത് കാണുന്നു. നിങ്ങൾക്കും ഒരു ചേഞ്ച് സംഭവിക്കുന്നതാണ് അവരെ പോലെ. അതുപോലെ തന്നെ നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ചേഞ്ച് സംഭവിക്കുന്നതാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് നമുക്ക് ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യാൻ തുടങ്ങും. അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും. അവരുടെ എന്ത് സ്വഭാവത്തിലായിരുന്നു ചേഞ്ച് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പം എല്ലാം അവരിരുന്ന് ചിന്തിക്കും. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. ആ ഒരു എനർജിയാണ്. അപ്പം അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് ടവർ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ
എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു സഡനായ ചേഞ്ച് വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ ചേസിങ് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ചേഞ്ച് എല്ലാം തന്നെ വരുന്നത്. കേട്ടോ? അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. 4 of Pentacles, Temperance, Queen of Cups, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹൈ എനർജിയാണ്. ഒരുപാട് കാർഡ്സ്. നൈറ്റ് ഓഫ് വാൻസ്, ഏസ് ഓഫ് വാൻസ്, ടെൻ ഓഫ് കപ്സ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. Six of Pentacles, Queen of Wands, Six of Cups, Five of Wands, King of Pentacles. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് കാർഡ്സ് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് ആദ്യമേ നോക്കാം. ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തില്ല, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു, നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു, നീയുമായുള്ള ഒരു ലൈഫും നിന്നോടൊപ്പം സന്തോഷം നിറഞ്ഞ ഒരു ഭാവിയും ഞാൻ സ്വപ്നം കാണുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉറപ്പ് വരുത്തുക. നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എനർജി നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമാകാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ഈ ഒരു സമയം ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.